എന്താണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ നമ്മുടെ പൂജാ വിശേഷങ്ങളില് നമ്മുടെ ഭഗവതി ഓട്ടോ ഗാരേജിലെ പൂജാ വിശേഷങ്ങളാണ് ആദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നത്. അപ്പോ അങ്ങനെ പറഞ്ഞാൽ പലർക്കും അറിയില്ല, നമ്മുടെ സ്വന്തം ഗോപിയേട്ട വർക്ക്ഷോപ്പ് നമ്മുടെ മരുന്ന് റോഡിലാണ് ഈ ഗോപിയേട്ട വർക്ക്ഷോപ്പ് ഉള്ളത്. കാര്യങ്ങളും കാഴ്ചകളും ചന്തം പോലെ കണ്ടോളി. എങ്ങനെ അപ്പൊ പൂജയ്ക്ക് വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചതാണ്. ചന്തം പോലെ നമ്മുടെ ഗോപിയേട്ടനുണ്ട്, ചാച്ചനുണ്ട്, മാണിക്കേട്ടനുണ്ട്, എല്ലാവരും കൂടിയിട്ട് പൂജന്റെ വിശേഷങ്ങൾ ഒന്ന് കാണണ്ടേ? കലക്കിയ പൂജന്റെ വിശേഷങ്ങൾ ഒക്കെ ഒന്ന് കണ്ടോളി. ചെടുക്കനെയാണ് കാര്യങ്ങൾ തകാന്നുണ്ടാവും. പണിസ്ഥലവും പണിയായുധങ്ങളും ചന്തം പോലെ ഒരുക്കി എടുത്തു വെച്ചിട്ടാണ് പൂജയ്ക്ക് തുടക്കം കുറിക്കുക. അതിനുവേണ്ടി ആഴ്ചകൾക്ക് മുമ്പേ പണി തുടങ്ങണം, അപ്പോളേ ചന്തം പോലെ ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് ഒരുക്കങ്ങളും ചന്തം പോലെയുള്ള അലങ്കാരങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഭഗവതി ഓട്ടോ ഗാരേജിൽ ചെടുക്കനെയുള്ള പൂജാവിശേഷങ്ങൾ തുടങ്ങുന്നത്. പൂജാ ഒരുക്കങ്ങൾക്കിടയിൽ ചന്തം പോലെ നമ്മുടെ കൂട്ടുകാർ, കുടുംബക്കാർ, അങ്ങനെ എല്ലാവരും ഒന്ന് വന്ന് തലേ ദിവസത്തെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് കൂടിച്ചേർന്ന് അടിച്ചു പൊളിച്ച് പിന്നെ ചെറിയൊരു സന്തോഷത്തിന് പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മളിവിടെ പൂജ ആഘോഷിച്ച് കിട്ടുക. എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു അടിച്ചുപൊളി ഇല്ലാണ്ട് എങ്ങനെയാണ് പിരിയുക? അപ്പോൾ കാര്യങ്ങൾ ചെടുക്കനെയാകാൻ നല്ലൊരു പാട്ടൊക്കെ പാടിക്കൊടുത്തു. പിന്നെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടക്കട്ടെ പറഞ്ഞിട്ട് ചന്തം പോലെ രാത്രി പൂജാൻ്റെ സെറ്റപ്പൊക്കെ ആക്കി വെച്ച ശേഷം മെല്ലെ ഞങ്ങൾ വന്നു. ഈ പൂജാ സമയത്ത് കിട്ടുന്ന 2 ദിവസമാണ് ഇവിടെയുള്ള എല്ലാ മാണിക്കേട്ടനായാലും ശരി, ഗോപിയേട്ടനായാലും ശരി, ചാച്ചനായാലും ശരി, ചന്തം പോലെ ഇത്തിരി ഒരു ഒഴിവ് കിട്ടുന്നത്. എന്തായാലും പൂജൻ്റെ ആയുധങ്ങളൊക്കെ വൃത്തിയാക്കി വെച്ച് ഒരുക്കങ്ങളെല്ലാം നടത്തി അന്നത്തെ ദിവസത്തെ എല്ലാ പണിയും കഴിഞ്ഞ ശേഷം അവരൊക്കെ വീട്ടിൽ വന്ന് നടുന്നോർത്തുമ്പോൾ എന്താ ഞാൻ പറയുക, അവർക്കും കിട്ടും ചന്തം പോലെ ഒരു ആശ്വാസം അല്ലേ? അപ്പോൾ രാത്രിയിലെ ആഘോഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും കൂടി ചേർന്ന് ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു നിന്നിട്ട് മെല്ലെ രാത്രിയിലെ കാഴ്ചകൾ ഇവിടെ നിർത്തട്ടെ. ഇനി പൂജൻ്റെ കാഴ്ചകളാണ്. പൂജൻ്റെ കാഴ്ചകൾ പറഞ്ഞാൽ പാലക്കാടൻ പൂജാ രീതികൾ വളരെ അധികം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അത് ചന്തം പോലെയുള്ള കാഴ്ചകളാണ്. ഇങ്ങനെയാണ് തുടങ്ങുക. എല്ലാ വണ്ടിയും വാഹനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് പൂജിക്കാൻ വയ്ക്കും. പിന്നെ നമ്മുടെ കാരണവന്മാർ അവർ തന്നെ മുന്നിൽ നിന്ന് പൂജ തുടങ്ങും. വണ്ടിയും വാഹനവും ഒക്കെ കഴുകി നാളികേരം ഉടച്ച് പൂജ തുടങ്ങി. എല്ലാ വണ്ടികൾക്കും കുറിയിട്ട് മാലയിട്ട് മനസ്സ് നിറയെ പ്രാർത്ഥിച്ച് അവിടുത്തെ പണിസ്ഥലം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും, അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് ആയുധങ്ങളിലെ തൊട്ടുനിറയിൽ വെച്ചിട്ട് പൂജ കഴിയും. പൂജ കഴിഞ്ഞാൽ പിന്നെയുള്ള പണി അറിയാലോ, ചന്തം പോലെ പ്രസാദം ഒരുക്കലാണ്. നാളികേരം, അവില്, മലര്, ശർക്കര, മുന്തിരി, ആപ്പിള് എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് അടിച്ച് പൊളിച്ചൊരു പ്രസാദം ഉണ്ടാക്കൽ. അങ്ങനെ ആ പൂസപ്പങ്കും എല്ലാവരും വാങ്ങിക്കഴിഞ്ഞാൽ മെല്ലെ എല്ലാവരും പിരിയും. 2 ദിവസത്തെ ലീവ്. അപ്പോൾ ഈ ശ്രീ ഭഗവതി ഓട്ടോ ഗാരേജ് വരുന്നത് നമ്മുടെ സ്വന്തം മരുന്ന് റോഡാണ് കേട്ടോളെ. വലിയ വാഹനങ്ങളായാലും ചെറിയ വാഹനങ്ങളായാലും ഒക്കെ അവിടെ പോയിട്ട് ചെടുക്കനെ ആക്കാൻ പറ്റും. എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നേരെ വിട്ടോളി നമ്മുടെ ശ്രീ ഭഗവതി ഓട്ടോ ഗാരേജിലേക്ക്.